വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്ലിപ്പിംഗ് മച്ചാൻ. എന്നോളം മച്ചാൻ ഒരു വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം അവതാർ ഫയർ ആൻഡ് ആഷ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവതാർ വേ ഓഫ് വാട്ടർ, ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റാണ്. സെക്കൻഡ് പിന്നെ അത്രക്കില്ലാലും നമുക്ക് വേറൊരു ലോകം കാണിക്കുന്നു. പിന്നെ വേ ഓഫ് വാട്ടർ കാര്യങ്ങളെല്ലാം അതും അത്യാവശ്യം ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് രീതി വലിയ കലിപ്പില്ലാതെ പോയി. പക്ഷെ ഇതിനകത്ത് വരുമ്പം നമ്മൾ എന്താണോ വേ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ കണ്ടത്, ആ ഒരു സെയിം സാധനം തന്നെ ഇതിനകത്ത് ആഷ് ട്രൈബൽസ് എന്ന് പറയുന്ന അവർ വന്ന് ആ ഒരു സംഭവം കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മൾ കാണിച്ചത് തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തുവാ പറയുന്ന ഇവരുടെ കുറച്ച്, അതായത് പുതിയ വന്ന അവരുടെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഒരു വാർ സ്വീക്വൻസ് ഉണ്ട്. അത് അടിപൊളിയാണ്. പക്ഷെ അത് ആ സ്വീക്വൻസ് എന്ന് വെച്ചാൽ വാർ ഫൈറ്റ് തെറ്റിപ്പോയി, ഒരു ഫൈറ്റ് ഉണ്ട്. അത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ആ ഒരു സംഭവം ഉള്ളത്. അതുവരെ നമ്മൾ ഇങ്ങനെ ക്ഷമിച്ചും കാത്തൊക്കെ ഇരിക്കണം. അതാണ് മെയിനായിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ക്ലൈമാക്സും അത്യാവശ്യം കുഴപ്പമില്ല. ക്ലൈമാക്സ് ഉള്ള ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതെല്ലാം കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ പറയാനുള്ളത് ഇച്ചിരി ലെങ്ത് കൂടുതലാണ്. 3-3.25 മണിക്കൂർ ഈ സിനിമയുണ്ട്. കാരണം ഇപ്പം അവതാർ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, അവതാർ ഫസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്താ, നമുക്ക് ഒരു മടുപ്പും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്കിങ്ങനെ കണ്ടിരിക്കാം. ഇതിനകത്ത് സെക്കൻഡിലെന്ന് പറയുമ്പോൾ സെക്കൻഡും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ തേർഡിനകത്ത് വരുമ്പോൾ നമുക്ക് കുറെ ലാഗ് അടിക്കുന്നു. സ്റ്റോറി ബേസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലാഗടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമ കൊള്ളില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഇത് ജെയിംസ് ക്യാമറോൺ എന്ന പുള്ളിയുടെ ഭാവനയിലുണ്ടായ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അത് ഗംഭീരമാണ്. അത് ഞാൻ അംഗീകരിച്ചിരും. കാരണം ഇതിനകത്ത് വിഷ്വല് വേറെ ലെവല്. അതിനകത്ത് ഒരു കോംപ്രമൈസും പുള്ളി ഇതാകില്ല. ഞാൻ 3D ആണ് കണ്ടത്. പക്ഷെ എനിക്ക് 3Dനെക്കാട്ടി എനിക്കൊന്ന് ഇച്ചിരി കൂടെ ബെറ്റർ തോന്നുന്നു ഐമാക്സിൽ പോയി കാണുവാണെങ്കിൽ ഇച്ചിരി കൂടെ പൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കേട്ടോ, നമ്മുടെ ഇവിടെ അടുത്ത ഐമാക്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു അതാണ് സംഭവം. വിഷ്വലി പടം വേറെ ലെവല്. അത് ഞാൻ അംഗീകരിച്ചിരുന്നു. കാരണം നമ്മൾ ആ ഒരു എന്താ പറയുന്ന, ഞാൻ പറഞ്ഞില്ല, ഐമാക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത്. 3D പക്ഷെ അത്രയില്ല. പക്ഷെ എങ്കിലും നമുക്ക് കണ്ടിരിക്കാം. 3D വർക്കും അതുപോലെ ഞാൻ പറഞ്ഞില്ല വിഷ്വലും പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ എല്ലാം വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവല്. അത് സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോറി ബേസ് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ലാഗാണ്. അതായത് വേ ഓഫ് വാട്ടർ എന്നുള്ള ആ ഒരു സെക്കൻഡ് പാർട്ട് തന്നെ സെയിം ആ ഒരു ഇത് തന്നെ, നമ്മളെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നു. പിന്നെ ആ ഒരു സംഭവം നമ്മൾ കണ്ടില്ല, ആ ഒരു പറയുന്നത് ഇവർ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് പിന്നെ അവിടത്തുള്ള വാട്ടർ സംഭവങ്ങൾ, പിന്നെ അവിടത്തുള്ള മീനുകൾ, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. പിന്നെ ഈ ഒരു 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഞാനിത് കൊള്ളില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്ക് പടം പേഴ്സണലി എനിക്കൊരു ആവറേജ് ഫീലിംഗ് ആണ് തോന്നിയത്. പക്ഷേ ഇച്ചിരി ലെങ്ത്, ഇച്ചിരി ലാഗ്, അങ്ങനെയുള്ള സംഭവങ്ങൾ പരിപാടികൾ ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് പോയിരിക്കുന്നത്. വിഷ്വലി പടം വേറെ ലെവലാണ്. എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറ. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.